എറണാകുളം ആലുവ UC കോളേജിൽ KSU പ്രവർത്തകർ പ്രിൻസിപ്പാളിന് നേരെ കരിയോയിൽ പ്രയോഗം നടത്തി. കോളേജിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാത്തതിലായിരുന്നു പ്രതിഷേധം. 10ഓളം KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, പ്രിൻസിപ്പാളിന് നേരെ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താനുള്ള കാരണം എന്തായിരുന്നു? മറ്റൊന്ന്, ഈ KSU പ്രവർത്തകർക്ക് നേരെ കോളേജിന്റെ ഒരു നടപടി എന്താണ്? വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ആലുവ UC കോളേജിൽ KSUവിന്റെ ഒരു പ്രതിഷേധം. പ്രിൻസിപ്പാളിന് നേരെ കരിയോയിൽ പ്രയോഗവും നടത്തുകയും ചെയ്തു. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലമീൻ നിവ ജോളി എന്നിവരടക്കം 10 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. അപ്പം ഈ വിദ്യാർത്ഥികൾ നീക്കം ചെയ്യുന്നതിനിടെ സിവിൽ പോലീസ് ഓഫീസർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കോളേജ് മാനേജ്മെന്റ് നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം അവിടെ കലാപരിപാടികൾ സംഘടിപ്പിച്ചു എന്ന പേരിൽ UUC ജയകൃഷ്ണൻ ഉൾപ്പെടെ 3 KSU പ്രവർത്തകരെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. താക്കീത് നൽകിയ ശേഷവും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയതിനെ തുടർന്ന് രക്ഷിതാക്കളും മാനേജ്മെന്റും ഒക്കെ ആയിട്ട് കൂടിയാലോചിച്ച് ഇവർക്ക് നിർബന്ധിത TC നൽകിയെന്നാണ് ഈ പ്രിൻസിപ്പാളിന്റെ ഒരു വിശദീകരണം. എന്നാൽ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് കലാപരിപാടികൾ നടത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരിശീലനമാണ് നടത്തിയത്. പരിശീലനം നടത്തുന്നതിന് സംബന്ധിച്ച സമയം ഇച്ചിരി നീണ്ടുപോയി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ അത് പോലീസുമായി ബന്ധപ്പെട്ടതുമായി അവർക്ക് അറിയിച്ചിരുന്നു. അതിന് അനുമതി ഉണ്ടായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രിൻസിപ്പാളിന്റേത് ഏകപക്ഷീയമായ നടപടി എന്നാണ് വിദ്യാർത്ഥികളുടെ ഒരു കുറ്റപ്പെടുത്തൽ.